Very good morning, all. Once more, all are welcome to Auditing and Corporate Governance Classroom. Today, we are going to discuss Management Audit. Management Audit has a recent origin. The world over, the economics is liberalizing. The state control in trade, commerce, and industry, etc., is giving a way to market forces. Management audit should be a tool for evaluation of the methods and performance in all areas of the enterprise, that is, management audit. Meaning of management audit. Management audit is a systematic evaluation of the performance of management of an enterprise. It is an audit of management process and functions which has been introduced. It reveals the irregularities and inefficiencies in the performance of management and suggests the ways and means to improve the effectiveness and efficiency of the management. മാനേജ്മെൻറ്റിന് 3 തലങ്ങളാണുള്ളത്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. അപ്പോൾ ഈ ഓൾ ലെവൽസിലുള്ള മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അത് ഇവാലുവേഷന് വിധേയമാക്കലാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിവീൽസ് ദ ഇറഗുലാരിറ്റീസ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൽ പെർഫോമൻസിലുള്ള ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ. സജസ്റ്റ് ദ വേസ് ആൻഡ് മീൻസ് ടു ഇംപ്രൂവ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്. വേസ് ആൻഡ് മീൻസ് മെത്തേഡ്സ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് സജസ്റ്റ് ചെയ്യുന്നു. Then define management audit. According to J.G. Tocqueville, management audit has been defined as a comprehensive critical review of all aspects or process of management. മാനേജ്മെൻറ്റിൻ്റെ ഓൾ പ്രോസസ്സും ക്രിട്ടിക്കലി റിവ്യൂ നടത്തുന്ന ഒരു കോംപ്രഹെൻസീവ് ഇവൻ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Then what are the characteristics or features of management audit? Number 1, it is purely voluntary in nature. The management determines its scope, nature and terms of such audit. അപ്പോൾ വോളണ്ടറി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അതിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ സ്കോപ്പ്, ഏതൊക്കെ തലങ്ങളിൽ, ഏതൊക്കെ ഏരിയാസിൽ, ഏതൊക്കെ ഫങ്ഷൻസ് ഓഡിറ്റിന് വിധേയമാക്കണം, അതിൻ്റെ നേച്ചർ എങ്ങനെ ആയിരിക്കണം, കാലാവധി എത്ര സമയത്തിനാണ് എന്നൊക്കെ വോളണ്ടറിലി തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ, നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആർ റിക്വയർഡ് ഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. നമുക്കറിയാം CA ഹോൾഡ് ചെയ്തവരാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് കമ്പൽസറി ട്രീറ്റ്മെൻ്റ് അല്ല. ജനറലി സച്ച് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എ ടീം ഓഫ് എക്സ്പേർട്സ് കൺസിസ്റ്റിംഗ് ഓഫ് അക്കൗണ്ടൻസ്, മാനേജറിയൽ എക്കണോമിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ടീം അംഗങ്ങളാണ് സാധാരണഗതിയിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടൻറ്റുമാർ, എക്കണോമിസ്റ്റ്, ഇവരൊക്കെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. തേർഡ് വൺ, ഇറ്റ് ഈസ് പെർഫോംഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓർ ഇറ്റ് മേ ബി ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. ചില സ്ഥാപനങ്ങളിൽ കണ്ടിന്യൂസ് ബേസിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് ഇവാലുവേഷന് വിധേയമാക്കുന്നു. എന്നാൽ ഏതാനും സ്ഥാപനങ്ങളിൽ ചില പെർട്ടിക്കുലർ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർത്ത് വൺ, it is a method of evaluating managerial policies, decisions and plans at all levels of management. ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു.
Fifth one, management auditor makes recommendation and suggestions for the improvement at all levels of management to increase managerial efficiency. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി ഇറഗുലാരിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ മാനേജ്മെൻറ്റ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. സിക്സ്ത് വൺ, മാനേജ്മെൻറ്റ് ഓഡിറ്റർ ലുക്സ് ബിയോണ്ട് ദ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ്, സാധാരണ ഓഡിറ്റ് എന്താണ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് ഓഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതോടൊപ്പം മാനേജ്മെൻറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസും ഇവാലുവേഷന് വിധേയമാണ്. സെവൻത്ത് വൺ, ദ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ്. അപ്പോൾ ഇത് അതിൻ്റെ ഫോമിൻ്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, അത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ദെൻ ഏത് രീതിയിലാണ് മാനേജ്മെൻറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോരുന്നത് എന്നറിയുന്നതിനാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എമർജൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ഫ്രം ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇവാലുവേഷന് വിധേയമാക്കുന്നതാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. ദെൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇത്തരത്തിലുള്ള പോരായ്മകളെ ഓവർകം ചെയ്യുന്ന ഒരു റെമഡിയൽ മെഷറാണ്. നയൻത്ത് വൺ, ദ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഹാസ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്ററും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം മാനേജ്മെൻറ്റിന്. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു എൻജിനീയേഴ്സ്, അക്കൗണ്ടൻറ്റ്, എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ടീം മെമ്പേഴ്സ് ആയിരിക്കും എന്ത് നടത്തുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, then what are the objectives of management audit? Maybe ask the question for 4 marks or short essay question. What are the objectives of management audit? Number 1, to ensure the most efficient form of operations essential for smooth running of business. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസീസും ഇറഗുലാരിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിന് ക്ലിയർ ചെയ്യാനുള്ള സജഷൻസും കൊടുക്കുന്നു. സോ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടു അസിസ്റ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദി ഇഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എല്ലാ ലെവൽസിലും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൽ. ദെൻ ഡിസ്ചാർജ് ഓഫ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓരോ തലത്തിലുള്ള ആളുകളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നു. തേർഡ് വൺ, ടു ഐഡൻറ്റിഫൈ ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും അതിൻ്റെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാകും ഫേമിൻ്റെ. ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫേമിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോർത്ത് വൺ, ടു എൻഷ്യൂർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് അവൈലബിൾ ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഇപ്പോൾ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ആളുകളുടെയും മാക്സിമം കപ്പാസിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എത്രമാത്രം ഫോമിൽ യൂട്ടിലൈസ് ചെയ്യാനുണ്ടോ അതെല്ലാം ഉപയോഗപ്രദമാക്കുന്നു. സിക്സ്ത് വൺ, ടു റിവ്യൂ ദ മെത്തേഡ്സ് യൂസ്ഡ് in managerial service and suggest remedies for improvement. Next, to review the managerial services according to requirement of the business. Ninth one, to see that enterprise is successful in adapting itself to the technological changes. 10th one, an overall performance of various managers can be reviewed ത്രൂ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഓരോ തലത്തിലുള്ള മാനേജേഴ്സിൻ്റെയും, ഒരു സൂപ്പർവൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോർമാൻ്റെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ, ദെൻ ഗാങ് ബോസിൻ്റെ, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ, ഇവരുടെ ഒക്കെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മെയിൻ ഡിഫറൻസ്, നേച്ചർ ഓഫ് ഓഡിറ്റ്.
statutory audit compulsory by law to joint stock companies. In case of management audit, purely voluntary in nature. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് വോളണ്ടറി കണ്ടക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്താണ്? കമ്പനീസ് ആക്ട് പ്രകാരം കമ്പൽസറി ആണ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, കണ്ടക്റ്റഡ് ബൈ, ദെൻ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓൺലി, ദെൻ എ ടീം ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ്, ദാറ്റ് ഈസ് എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടൻറ്റ്, എക്കണോമിസ്റ്റ്, എക്സെട്ര. ഓക്കെ. Third one, qualifications of the auditor. Professionally qualified with chartered accountant. Then in case of financial audit, then in the management audit, no professional qualifications are required for a management auditor. Then fourth one, appointed by. The financial auditors appointed by shareholders. Then in case of management audit, management or government. That means in case of a government companies. The next one, accountability. Accountable to shareholders, public and Institute of Chartered Accountant of India. Then in case of management audit, answerable to management only. ഇവിടെ ഫിനാൻഷ്യൽ ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത് ഷെയർ ഹോൾഡേഴ്സിനോട്, പബ്ലിക്കിനോട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, ഇവരോടൊക്കെ എന്തുണ്ട്? അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റിന് ആൻസറബിൾ ടു ദി മാനേജ്മെൻറ്റ് ഓൺലി. സിക്സ്ത് വൺ, സ്കോപ്പ്. ദെൻ ടു ചെക്ക് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓർ ഇൻ ഫിനാൻഷ്യൽ ഏരിയ. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഏരിയാസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണ് എന്ത് ചെയ്യാനുള്ളത്? ഈ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ മാക്സിമം സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ കമ്പനി കംപ്രൈസസ് ഓഫ് ഓപ്പറേഷണൽ ഏരിയാസ്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ്, ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റിന് വിധേയമാക്കുന്നത്. ഓക്കെ. ദെൻ കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ഓഡിറ്റിൽ. ദെൻ ക്രിട്ടിക്കൽ അനലൈസിസ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജീരിയൽ എഫിഷ്യൻസി. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ എഫിഷ്യൻസീസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സ്, ഇതൊക്കെ എന്താണ്? ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുകയാണ് ഏതിൽ? മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ. എന്നാൽ ഫിനാൻഷ്യൽ ഓഡിറ്റിൽ എന്താ നടക്കുന്നത്? ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ ഒബ്ജക്റ്റീവ്സ്. എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് financial statements of a company to find out true and fair state of affairs of the business on a particular date. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഫോമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിൻ്റെ അനലൈസിസ് നടത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രൂ ആൻഡ് ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കലാണ് ഏതിൻ്റെ? ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ the appraisal, review and evaluation of performance of the management during a particular period. ഒരു പെർട്ടിക്കുലർ കാലയളവിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാവും മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ മാത്രമാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓഡിറ്റ് പീരിയഡ് കവേഴ്സ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് പ്രീവിയസ് പീരിയഡ്, ജനറലി എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് 1 year. അപ്പോൾ ഏത് സമയത്താണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് പോകുന്നതെന്നാണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. നോ ലിമിറ്റേഷൻ ആസ് പെർ ദ പീരിയഡ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബേസിലാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ടൈം ബാർ ഇല്ല. ഇത്ര പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്താവൂ എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഏതിലില്ല? മാനേജ്മെൻറ്റ് ഓഡിറ്റിലില്ല. നെക്സ്റ്റ്, റിവ്യൂ ഓഫ് റെക്കോർഡ്സ്. ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് റെക്കോർഡ്സ് ഓർ ഡാറ്റ ഫോർ യൂട്ടിലൈസ്ഡ് ഫോർ ഫിനാൻഷ്യൽ ഓഡിറ്റ്. ദെൻ വൈൽ past activities as well as look at the future activities of management. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലും നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്ലസ് ഫ്യൂച്ചർ പീരിയഡിൽ അവരുടെ പ്ലാനിങ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷന് വിധേയമാക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ. ദെൻ എയിംസ് ഓഫ് ഓഡിറ്റ് റിഗാർഡഡ് ആസ്
a check on the management, then considered as an aid to the management. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യലാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടക്കുന്നത്. ഇവിടെ മാനേജ്മെൻറ്റിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടൈം ഓഫ് പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് എൻസ് ഇൻ ദ റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഇപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്യുവർലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുക, ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. എന്നാൽ ബിഗിൻസ് വർക്ക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വേർ ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എൻഡ്. അപ്പോൾ സ്വാഭാവികമായും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. Prepare audit report on the accounts in the manners as laid down by section 227 of Companies Act 1956. Okay, 1956 കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 227 എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യേണ്ടതും സബ്മിറ്റ് ചെയ്യേണ്ടതും. നോ പ്രിസ്ക്രൈബ്ഡ് നോംസ് ഓർ ഫോംസ്. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റൂള് എന്തില്ല, മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കേസിൽ ഉണ്ടായിരിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനിൽ ആവശ്യമില്ല. ദെൻ റിപ്പോർട്ട് സബ്മിറ്റഡ്. ഇപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്, ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റ്, ടു ദ മാനേജ്മെൻറ്റ് ഇൻ കേസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്.